വലിയ ആവേശമാണ് ഈ നഗരത്തിന്, തൃശ്ശൂർ നഗരത്തിനൊപ്പം തന്നെ സമീപ ജില്ലകളിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനത്തിൻ്റെ എമ്പാടും നിന്നുള്ള ആൾക്കാർ ഈ ഒരു അനുഭവം ഒന്ന് കാണാൻ പങ്കുവയ്ക്കാൻ ഇത്രയും വലിയ വയറും അതുപോലെ തന്നെ ഇതൊക്കെ എത്ര നാളത്തെ അധ്വാനമാണ്, ഒരുപാട് പരിശീലനം, ഒപ്പം തന്നെ ഈ ഒരു പുലിയായി മാറുന്നതിന് രൂപാന്തരപ്പെടുന്നതിന് വേണ്ടുന്ന സമയം, ഇതൊക്കെ പ്രധാനമല്ലേ മനു? മനു, ഈ ഒരു പുലികളിക്ക് പിന്നിൽ ഒരു വലിയ അധ്വാനം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഈ രീതിയിൽ ഒരു മനുഷ്യനെ ഈ പുലിയായി രൂപാന്തരപ്പെടുത്തുന്നതിൻ്റെ ഒരു വലിയ പരിശ്രമം, അതിൻ്റെ ഒരു ആവേശം തന്നെയാണ് അവരെ ഈ ഒരു ശ്രമകരമായ ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഏതാണ്ട് 350 പുലികളാണ് നഗരത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏറെ അധ്വാനം വേണ്ടുന്ന, ഏറെ ആവേശം വേണ്ടുന്ന ശ്രമങ്ങളല്ലേ മനു? തീർച്ചയായും അത്തരത്തിൽ ഒരു വർഷത്തോളം നീളുന്ന ഒരു വലിയ കാത്തിരിപ്പും അതിനുവേണ്ടിയിട്ടുള്ള വലിയൊരു അധ്വാനവുമാണ് അവരുടെ ഈ വേഷത്തിന് പുറകിലുള്ളത്. നമ്മളിപ്പോൾ നമ്മൾ വളരെ ആസ്വദിച്ച് നിൽക്കുന്ന ഈ വേഷത്തിന് പുറകിൽ വലിയ അധ്വാനമുണ്ട്. കാരണം എത്ര നാള് ഒന്ന് ഒരുക്കിയെടുത്ത് മെരുക്കിയെടുത്ത പുലികളാണെന്നറിയാവോ? അത് മാത്രമല്ല, ഇന്ന് പുലർച്ചെ രാവിലെ ഒരു 5 മണി 5:30 കൂടി തന്നെ അവർ പലരും ഈ പുലിവേഷം അവരുടെ ദേഹത്ത് വരയ്ക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പോൾ ആ രീതിയിൽ ഒരുപാട് സമയത്തെ അധ്വാനം എടുത്തിട്ടുള്ള ഒരു വലിയ പ്രവൃത്തി തന്നെയാണ് ഈ പുലികളിക്ക് പുറകിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ആഘോഷിക്കുന്ന ഓരോ പുലിക്ക് പുറകിലും അത്തരത്തിൽ വലിയ അധ്വാനത്തിൻ്റെയും വലിയ ഒക്കെ ഒരു ജോലിയുടെയും ഒക്കെ ഒരു സമയമുണ്ട്. അത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. നമ്മൾ ഈ കാണുന്ന ഈ കാഴ്ച എന്ന് പറയുന്നത് ഒരുപാട് സമയം ജോലിയെടുത്ത്, ഒപ്പം തന്നെ ഈ ശരീരം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതിനൊക്കെയുള്ള ഒരുപാട് പണികൾ ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു അധ്വാനം നമ്മൾ എപ്പോഴും എടുത്തു പറയേണ്ടത് തന്നെയാണ്. രാവിലെയൊക്കെ ഇത് കണ്ടോ, പുലികൾ ഇങ്ങനെ ആടിക്കളിച്ച് തയ്യാറായി തുടങ്ങിയത് കണ്ടോ? നമുക്ക് അവരോട് തന്നെ വളരെ വേഗത്തിൽ ചോദിച്ചു പോകാം, കാരണം അവർ കളിച്ചിങ്ങനെ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ചേട്ടാ, ഒരുപാട് അധ്വാനം ഉണ്ടല്ലോ ഈ ഒരു വേഷത്തിന്? ഒരുപാട് അധ്വാനമുണ്ട്, പിന്നെ ഒരു ഭയങ്കര സന്തോഷമാണ്. എന്താ പറയാ, ഭയങ്കര ഒരു എനർജിയാണ്. ലോകമുള്ള എമ്പാടും മലയാളികൾ കാണിച്ചിരിക്കുന്ന പോലെ നമുക്കൊരു ആകാംക്ഷയോടെയാണ് ഇവിടെ നിൽക്കുന്നത്. ഭയങ്കര ഒരു സന്തോഷമാണ്. ഈ ഫീൽഡിലെത്തുമ്പോൾ നമുക്ക് ആ എനർജി അങ്ങ് കൂടും. അതെ അതെ, ഭയങ്കര എനർജിയാവും. അപ്പോൾ അതാണ് ഈ ഒരു വലിയ എനർജി തന്നെയാണ് അവർ എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത്. ഇത്രയധികം കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു വേഷം ഇട്ടുകൊണ്ട് അവർ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്, പ്രത്യേക ചായക്കൂട്ടുകൾ തേച്ചുകൊണ്ട് ഇതൊക്കെ തേച്ച് കഴിഞ്ഞാൽ തന്നെ വലിയ ഒരു ജോലി തന്നെയാണ്. അപ്പോൾ നോക്കൂ അവർ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്ന്. നമ്മൾ ഏറ്റവും ബഹുമാനത്തോടെ തന്നെ, സ്നേഹത്തോടെ തന്നെ അവരെ പരിഗണിച്ച് പോകേണ്ടത് തന്നെയാണ് ആ കലാരൂപത്തെ. ആ രീതിയിൽ തന്നെ നമ്മളത് കാണണം. തൃശ്ശൂരിന് മാത്രം സ്വന്തമായ ഒരു 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 നീക്കമായിട്ട് തന്നെ നമ്മളതിനെ കാണണം. ഒരു പച്ചപ്പുലിയെ നമുക്കിവിടെ കാണാം. ഈ പുള്ളിപ്പുലികൾക്കിടയിൽ ഒരു പച്ചപ്പുലി ഇവിടെ നിൽക്കുന്നു. ഇങ്ങോട്ട് വരൂ. ഒരു മിനിറ്റ്. ഇതെന്താണ് ഈ പച്ചപ്പുലിയുടെ രഹസ്യം? എന്താ? ഒരു വെറൈറ്റി പുലിയാണ്. പച്ചപ്പുലിയെ നമ്മളൊരിടത്ത് കണ്ടിട്ടില്ലല്ലോ. കാട്ടിൽ മാത്രം ഉണ്ടാവുള്ളൂ. അതെ, ഇത് കാട്ടില്ലേ അതായത് പലതരത്തിലുള്ള വെറൈറ്റികളാണ്, പല 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 തരത്തിലുള്ള വെറൈറ്റികളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പച്ചതരത്തിലുള്ള പുലിയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, വരയംപുലിയുണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പുലികളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെ ഓരോരുത്തരും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന വലിയ സസ്പെൻസുകൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഈ പുലികളിയെ ഓരോ വർഷവും ഏറ്റവും കൗതുകത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എവിടെന്നാ വരുന്നത്? പൂമല തൊട്ടടുത്ത് തന്നെ. ഇത് രാവിലെ എപ്പോൾ തുടങ്ങിയ മേക്കപ്പ്? 5 മണിക്ക് തുടങ്ങിയതാണ്. അതിൽ ഇങ്ങനെ ചായം തേച്ച് അത് ഉണങ്ങുന്നതിന് വേണ്ടി വടിയൊക്കെ പിടിച്ച് ഇങ്ങനെയൊക്കെ നിന്നല്ലേ? കുറെ നേരം നിൽക്കണം. അത്രയും വലിയൊരു അധ്വാനം ഇതിന്റെ പുറകിലുണ്ട് തീർച്ചയായും. പക്ഷേ ഈ കളത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മറക്കും, ഒരു സ്പിരിറ്റ് ആവും. വേറൊരു എനർജിയാണ്. നമ്മളങ്ങ് ഭയങ്കര ആഘോഷമാണ്, ഒരു വൈബാണ്. ഇത് എത്രാമത്തെ വർഷമാണ് ഇത് കെട്ടുന്നത്? 5ാമത്തെ വർഷമാണ്. കപ്പടിച്ചിട്ടുണ്ടോ ഈ രൂപ? കഴിഞ്ഞ പ്രാവശ്യം സെക്കൻഡ് പ്രൈസ് ഒക്കെ ഈ പ്രാവശ്യം ഫസ്റ്റ് അടിക്കാനുള്ള പരിപാടി. ഫസ്റ്റ് അടിച്ചിരിക്കും, ഒരു മാറ്റമില്ല. ഒന്നാമതിറങ്ങി ഒന്നാമതായിട്ട് പോകുന്നു. ഇങ്ങോട്ട് വാ, നമുക്ക് വർത്തമാനം പറയാം. വേറൊരു പുലി നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. ചേട്ടന്റെ പേരെന്നാ? എൻ്റെ പേര് പ്രദീപ്. പ്രദീപേട്ടൻ ഇവിടെ അടുത്ത് തന്നെയാണോ? അവിടെ കുറ്റുമുക്കിലാണ്. കുറ്റുമുക്ക്. എത്രാമത്തെ വർഷം പുലിവേഷം കെട്ടുന്നത്? 2ാമത്തെ വർഷം. 2ാമത്തെ വർഷം. കഴിഞ്ഞ തവണ കെട്ടിയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം വേറെ ടീമിലായിരുന്നു, അടിപൊളിയായിരുന്നു. അവിടെ 3 പ്രൈസ് ഞങ്ങൾ തന്നെ അടിച്ചായിരുന്നു. നാട്ടിലിറങ്ങുമ്പോൾ പുലി പോകുന്നതെന്ന് പറയുമോ? ഓ, എല്ലാവർക്കും ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടം. എങ്ങനെ ഇതിലോട്ട് ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം?
പുലിവേഷം ഒരു ക്രൈസ്, തൃശ്ശൂരിന്റെ ഒരു അഭിമാനം, വികാരം. അതാണ് അങ്ങനെ വന്നതാണ്. അങ്ങനെ വന്നത്. രാവിലെ എപ്പോ തുടങ്ങി? വര എപ്പോ തുടങ്ങി? രാവിലെ ഞങ്ങൾ ഒരു 8 മണിക്ക് തുടങ്ങിയതാണ്. 8 മണിക്ക് തുടങ്ങി. അതിനുശേഷം ഇത്രയും നേരം കാത്തിരിപ്പായിരുന്നു. ഇനി നമുക്കൊന്ന് പൊളിക്കണ്ടേ? പൊളിക്കണം. അതാണ്. അപ്പോൾ പിന്നെ അല്ല, കപ്പടിച്ച് ഒന്നാമതായിട്ടാണ് സീതാറാം മിൽസ് ഇറങ്ങുന്നത്. അവർ കപ്പടിച്ച് ഈ ദേശം പോകുമെന്നാണ് നമ്മളോട് അവർ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും ആവേശകരമായ നിമിഷങ്ങൾ തന്നെയാണ് ഓരോ മിനിറ്റിലും തൃശ്ശൂരിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. നേരത്തെ സച്ചിനൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുന്ന് നേരെ നായ്ക്കനാലോട്ടല്ലേ പോവാ? നായ്ക്കനാല് ഗണപതിക്ക് നാലുകാരം അടച്ച് റൗണ്ട് ചുറ്റി വരും. അങ്ങനെയാണ് അതിന്റെ രീതി അല്ലേ? എല്ലാ ദേശക്കാരും അങ്ങനെ അങ്ങനെ. അപ്പോൾ അതാണ് അതിന്റെ ക്രമം എന്ന് പറയുന്നത്. ഇവിടെ MG റോഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നേരെ നായ്ക്കനാലിലോട്ട് പോകും. നായ്ക്കനാലിൽ ഗണപതിയുണ്ട്. അവിടെ നാളികേരം ഉടച്ചതിന് ശേഷം റൗണ്ട് ചുറ്റി കറങ്ങി വരും. എല്ലാ ദേശക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ ഒരു ആചാരവും അപ്പം തന്നെ ഒരു കൗതുകവും രസകരമായ കാഴ്ചയൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. പലതരത്തിലുള്ള പുലികൾ നഗരത്തിലൂടെ കറങ്ങുന്ന കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഏറ്റവും മനോഹരമായ സംവിധാനങ്ങളോട് തന്നെ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ നമ്മളും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഷമി, അത്തരത്തിൽ ഒരു പുലി നമ്മുടെ ക്യാമറയുടെ മുൻപിലേക്ക് ചാടി വീഴുന്ന കണ്ടോ? അത്തരത്തിൽ പുലികൾ കീഴടക്കുന്ന ഒരു നഗരമായിട്ട് തൃശ്ശൂർ മാറിയിരിക്കുന്നു. പുലികൾ നിറഞ്ഞു നിൽക്കുന്ന നഗരം. ലോകത്ത് വേറെ തീർച്ചയായും മനു, പുലിമടകളിൽ നിന്ന് പുലികൾ തൃശ്ശൂർ നഗരത്തിലേക്ക് ഇറങ്ങിത്തുടങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മനുവും സച്ചിനുമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്.